പറഞ്ഞോളൂ, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സമാധാനമായിട്ട് അത് വിഷമിക്കണ്ടെന്ന്. നിങ്ങൾ അങ്ങനെ ആരും ഒന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് പറയാം. നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടോളാം. തിങ്കളാഴ്ച കോടതിയിലെ തീരുമാനം എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. സാധാരണ ഞാൻ വീഡിയോകൾ തുടങ്ങുന്നത് ആദ്യം സംസാരിച്ചു തുടങ്ങി, പക്ഷേ ഈ വീഡിയോ നിങ്ങളെല്ലാം കാണണം. അന്ന് ഈ വാക്ക് പറഞ്ഞിട്ട് പോയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ എറണാകുളത്തിൻ്റെ ചാർജുള്ള റോജി എം ജോൺ മിനിസ്റ്ററാണ്. അപ്പോൾ പൊതുവേ ഈ മന്ത്രിമാർ വാക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എം എൽ എമാർ വാക്ക് പറഞ്ഞിട്ട് നേതാക്കന്മാർ വാക്ക് പറഞ്ഞിട്ട് വന്നിട്ട് ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാറില്ല. തൽക്കാലം ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നടപടിയായിട്ട് പോകും. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ദീർഘവർഷങ്ങളായിട്ടുള്ള വിഷയമാണ് ഈ പരിയത്തുകാവ് മലയിടം തുരുത്ത് വിഷയം എന്ന് പറയുന്നത്. അവിടെ ദീർഘനാളുകളായിട്ട് താമസിക്കുന്ന കുറേ ഈ പറയുന്ന ദളിത് കുടുംബങ്ങൾ, അവരോട് ആ സ്ഥലം ഒഴിയാൻ പറയുന്നു. കോടതി വിധി അടക്കം അവർക്ക് എതിരായിട്ട് വരുന്നു. ഒരു കാലത്തും അവരോടൊപ്പം ആരും നിന്നിട്ടില്ല. അവർ ദീർഘകാലങ്ങളായിട്ട് സമരം ചെയ്യുന്നു, ഇതുപോലെ നേതാക്കളുമായിട്ട് ബന്ധപ്പെടുന്നു, അവരുടെ വിഷമങ്ങൾ പറയുന്നു. പക്ഷേ സൊല്യൂഷൻ ഉണ്ടാകാത്ത ഒരു പ്രശ്നത്തിൽ റോജി എം ജോൺ മിനിസ്റ്ററും UDF സർക്കാരും സൊല്യൂഷൻ കണ്ടിരിക്കുന്നു. റോജി എം ജോൺ അന്ന് ഈ പറയുന്ന പോലെ മന്ത്രിയായ ശേഷം അദ്ദേഹത്തെ ഇവർ പോയി കാണുമ്പോൾ എറണാകുളത്തിന് ചാർജുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഇവരോട് പറയുന്നുണ്ട്, പേടിക്കേണ്ട, കോടതി വിധി വരട്ടെ, കോടതി വിധി വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഈ റോജി എം ജോൺ മന്ത്രിയായെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അയാൾ ഊവ എന്നോ ഇല്ല എന്നോ പറയുള്ളൂ. അയാൾ ഊവ എന്ന് പറഞ്ഞാൽ അതിനദ്ദേഹം 100% കൊടുത്തിരിക്കും. 2, അയാൾ വെറും വാക്ക് പറയില്ല. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ മന്ത്രിസഭയിൽ ഏറ്റവും പെർഫോം ചെയ്യാൻ പോകുന്ന ആൾ റോജി എം ജോൺ ആണ്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ടൊരു 2 വർഷമായിട്ട് ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന അത്യാവശ്യം കോൺടാക്റ്റുള്ള ഒരു മനുഷ്യനാണ് ഈ റോജി എം ജോൺ എന്ന് പറയുന്ന മിനിസ്റ്റർ. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് 100%, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, 100% അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇല്ല എന്നും പറയും എന്ന് പറയുന്നത് വലിയ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റോജി എം ജോൺ മിനിസ്റ്റർ വാക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. ഇന്ന് ആ വിഷയത്തിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അതായത് വർഷങ്ങളായിട്ട് സോൾവ് ആകാത്ത ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അതും അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് സ്ഥലവും വീടും ഒക്കെ ഉള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന പരമാവധി സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് ദളിത് കുടുംബങ്ങളാണ്, പാവങ്ങളാണ്, വർഷങ്ങളായിട്ട് സമരം ചെയ്യുന്നവരാണ്. ഒരു കക്ഷിയും ഒരു സർക്കാരും തിരിഞ്ഞു നോക്കാതെ എല്ലാ കാലത്തും അനുഭവിച്ച ആ പാവപ്പെട്ടവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പറയുന്നത് കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ സർക്കാരിൻ്റെ ഒരു 1.5 മാസത്തെ അല്ലെങ്കിൽ 1 മാസത്തെ ഭരണം, എക്സാക്റ്റ് 1 മാസം എന്ന് വേണമെങ്കിൽ പറയാം, 1 മാസത്തെ ഭരണം കഴിയുമ്പോൾ ദിസ് ഈസ് ദ മൊമെൻറ്റ്. എനിക്ക് ഏറ്റവും ഇതുവരെ ഇപ്പോൾ KSRTC ബസ് വന്ന സംഭവമുണ്ട്, ആശമാരുടെ ശമ്പളം കൂട്ടിയ കാര്യമുണ്ട്, അല്ലെങ്കിൽ പാചകത്തൊഴിലാളികളുടെ ശമ്പളം കൂട്ടിയ കാര്യമുണ്ട്. അത് ചെറിയ വിവാദങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ഈ 1 മാസത്തിനുള്ളിലെ മൊമെൻറ്റ് ഇതാണ്. ഞാൻ ഈ മിനിസ്റ്ററായ സമയത്ത് തന്നെ റോജി എം ജോൺ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ വ്യക്തി മിനിസ്റ്ററായ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നു. അതായത് എപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കേരള പൊളിറ്റിക്സിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പൊളിറ്റീഷ്യൻ എന്ന് ഞാൻ പറയും റോജി എം ജോൺ എന്ന് പറയുന്ന വ്യക്തി. കാരണം ഒരു ലീഡർക്ക് വേണ്ട നേച്ചർ, ഒരു ലീഡർക്ക് വേണ്ട സകല ക്വാളിറ്റി ഉണ്ട്. ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വാക്ക് പാലിക്കാനുള്ള ശേഷി, അവൈലബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ്. ഈ 3 അദ്ദേഹത്തിനുണ്ട്. ഒരു വിഷയം ഏറ്റെടുത്താൽ കമ്മിറ്റഡ് ആണ്, അദ്ദേഹം അവൈലബിൾ ആണ്. അത് KSUവിലും യൂത്ത് കോൺഗ്രസ്സിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവരോട് ഷോ ഓഫ് ഇല്ല. ഈ ചെയ്യുന്ന കാര്യമുണ്ട്, അത് ഷോ ഓഫ് ചെയ്യുന്നില്ല, മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഏക സ്ഥലത്ത് മാത്രമേ അദ്ദേഹം റോങ് ആയി പോയിട്ടുള്ളായിരുന്നു. അതായത് അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹം ആളുകളുമായിട്ട് എങ്ങനെ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ആളുകളുടെ കാര്യത്തിൽ എങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുന്നോ ഒന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മന്ത്രിയായ സമയത്ത് അയാൾക്ക് അർഹിക്കുന്ന വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇനി 5 വർഷം അയാളുടെ ഗ്രോത്തിൻ്റെ ടൈമാണ്. ഇത്രയും നാളും, അതായത് 10 വർഷത്തോളമായിട്ട് MLA ആയിട്ടിരുന്നിട്ട് ഈ പറയുന്ന പോലെ ഈ ഒരു പാൻ കേരള പ്രൊമോഷനോ മാർക്കറ്റിങ്ങിനോ ഒന്നും പോയിട്ടില്ല. ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അയാൾ അങ്ങനെ പോകുന്നൊരു മനുഷ്യനുമല്ല. അയാൾക്ക് അർഹിക്കുന്ന ബഹുമാനം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആളുകൾ ഇപ്പം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ പിന്നെ ഒരു ന്യൂ പൊളിറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റോജി എം ജോൺ എന്ന് പറയുന്ന ആൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്കൂളുകളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജുകളിൽ പോകുമ്പോഴൊക്കെ വസ്ത്രധാരണം തൊട്ട്, സംസാരിക്കുന്ന രീതി തൊട്ട്, സംസാരിക്കുന്ന വിഷയങ്ങൾ തൊട്ട് ആൻഡ് ബെസ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു വകുപ്പും കിട്ടി. ഞാനതാ പറഞ്ഞു, ഈ മന്ത്രിസഭയുടെ 1 മാസം കഴിയുമ്പോൾ ഞാൻ ലോങ് വീഡിയോ ചെയ്യാനിരിക്കുന്ന സംഭവമാണെങ്കിൽ കൂടെ പറയാം. ഈ മന്ത്രിസഭയുടെ 1 മന്ത് കഴിയുമ്പോൾ അതിനകത്ത് ഏറ്റവും പെർഫോം ചെയ്ത ആളുകളെന്ന് നോക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി, റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ K മുരളീധരൻ. ടു ആൻ എക്സ്റ്റെൻറ്റ് റീസെൻറ്റ് കോൺട്രവേഴ്സീസൊക്കെ വന്നു എന്ന് പറയുമ്പോൾ, റീസെൻറ്റ് കോൺട്രവേഴ്സീസിൽ K മുരളീധരൻ്റെ കാര്യത്തിൽ വന്നു എന്ന് പറയുന്നത്
അത് ഈ പറയുന്ന ആരോഗ്യവകുപ്പുമായിട്ടുള്ള കോർഡിനേഷനകത്തെ ഇഷ്യൂസാണ്, ഉദ്യോഗസ്ഥ വർഗത്തിലെ കോർഡിനേഷൻ ഇഷ്യൂസ് അതാണ്. ഈ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ LDF സമയത്ത് വന്നവരായിരിക്കും, അതുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ് നൗ ഈ 4 പേരാണ് ഒരു മാസം കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ റൈസ് ഉണ്ടാകാൻ പോകുന്നത്. ഈ 3 പേര് ഓൾഡ് സ്കൂൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഉള്ള നേതാക്കളാണ്. പക്ഷേ റോജി എം ജോൺ എന്ന് പറയുന്ന മന്ത്രിയുടെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം റീസെൻ്റ്ലി റൈസ് ചെയ്ത് വരുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. ആ ഒരു ചേഞ്ചിൻ്റെ ഗെയിം ചേഞ്ചിങ് മൊമെൻ്റാണിത്. ദീർഘകാലമായിട്ടുള്ള ഒരു ഇഷ്യൂവിന് സൊല്യൂഷൻ കാണുക, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പലരും ശ്രമിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാകാത്ത ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാകാം. വിത്തിൻ 1 ഇയർ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പറ്റത്തില്ല പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ 100% എഫേർട്ട് അദ്ദേഹം ഇടുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും ഈ വിഷയത്തിന് സൊല്യൂഷൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയമാണ്. അതിന് സൊല്യൂഷൻ ഉണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമല്ല.